ക്രൈം സ്റ്റോറി നമ്പർ 9. വിലങ്ങിൽ വന്ന വിന. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം കമ്മീഷണറും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ എൻ വാസുവിനെ കൈവിലങ്ങണിയിച്ചാണ് പോലീസ് കോടതിയിൽ ഹാജരാക്കിയത്. റിമാൻഡ് കാലാവധി കഴിഞ്ഞ പ്രതിയെ കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തിച്ചപ്പോഴായിരുന്നു പോലീസിന്റെ നിയമലംഘനം. ചട്ടലംഘനം ചൂണ്ടിക്കാണിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇനി എന്താണ് സംഭവിക്കുക? സ്ഥിരം കുറ്റവാളികൾ, കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടയാൾ, സംഘടിത കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവർ, തീവ്രവാദ പ്രവർത്തനം നടത്തിയവർ, മയക്കുമരുന്ന് കടത്ത്, ആയുധശേഖരം കൈവശം വെക്കൽ, കൊലപാതകം തുടങ്ങിയ വകുപ്പുകളിലെ പ്രതികളെ മാത്രമേ കൈവിലങ്ങ് വെക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം. ഈ നിയമം മറികടന്നാണ് തിരുവനന്തപുരം AR ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥർ വാസുവിനെ കൈവിലങ്ങണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയത്. കൈവിലങ്ങുകളോടെ കോടതിയിലേക്ക് കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സംസ്ഥാന പോലീസ് മേധാവി ഇടപെട്ടു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. AR ക്യാമ്പ് കമാൻഡന്റിനോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വാസുവിനെ കോടതിയിലേക്ക് കൊണ്ടുപോയ SIയുടെയും 4 പോലീസുകാരുടെയും മൊഴി ഇതിനകം രേഖപ്പെടുത്തി കഴിഞ്ഞു. ചെയ്തത് ബോധപൂർവമല്ലെന്നും ആരെന്നു പോലും അറിയാതെയാണ് പ്രതിയെ കോടതിയിലേക്ക് കൊണ്ടുപോയത് എന്നുമാണ് പോലീസുകാർ മൊഴി നൽകിയത്. പുറമെ വിലങ്ങ് വെക്കും മുൻപ് പ്രതിയോട് അനുവാദം ചോദിച്ചിരുന്നതായും പോലീസുകാർ മൊഴി നൽകിയിട്ടുണ്ട്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ ചട്ടത്തിന് വിരുദ്ധമാണ് കൈവിലങ്ങണിയിച്ച പോലീസിന്റെ നടപടി. ഇതിൽ പോലീസുകാർക്കെതിരെ നടപടിയുണ്ടാവുമോ? വീഡിയോ ജേർണലിസ്റ്റ് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.